എറണാകുളം ജില്ലയുടെ നല്ലൊരു ലൊക്കേഷനിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ 3 ബെഡ്റൂമിന്റെ ഒരു വീട് 59 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് മാർബിൾ ഹോംസ് തരാൻ പോവുകയാണ്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിക്ക് അടുത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് 1.9 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റിനും വീടുകളാണ്, ആളുകൾ താമസമുള്ളതാണ്. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് എടുത്തു പറയേണ്ടതാണ്. വൈഡ് ആയിട്ടുള്ള റോഡാണ്. 2 വാഹനങ്ങൾക്ക് ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാവുന്ന നല്ലൊരു റോഡാണ്. ഇന്റർലോക്കിംഗ് ടൈല് തിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 10 കിലോമീറ്റർ ആണ്. കളക്ടറേറ്റിലേക്ക് 12, ഇടപ്പള്ളിയിലേക്ക് 13, കളമശ്ശേരി കുസാറ്റിലേക്ക് 11, ആലുവ ഭാഗത്തേക്ക് 10, തൃപ്പൂണിത്തുറയിലേക്ക് 19, എയർപോർട്ടിലേക്ക് വെറും 19 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 3 സെന്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളോട് കൂടിയിട്ട് ഭംഗിയായിട്ടാണ് ഈ ഒരു കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീട് ചെയ്തിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈൻ ആണ്. വൈറ്റ് കളർ പെയിന്റിൽ മിഡിൽ പോർഷനിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ജിഎ പൈപ്പിന്റെ വർക്കുകൾ ഒരുപാട് വരുന്നുണ്ട്. പില്ലറുകളിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈനിലാണ് ഗേറ്റ് വരുന്നത്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മനസ്സിലേക്ക് എളുപ്പം കയറി കൂടുന്ന ഒരു ഡിസൈൻ ആണ് വീടിന് എലിവേഷൻ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് എലിവേഷൻ വരുന്നത്. നമുക്ക് 3 സെന്റിലുള്ള ഒരു വീടാണെന്നുള്ളത് വീട് കണ്ടാൽ തോന്നില്ല. അതുപോലെ ഭംഗിയായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ക്ലാഡിംഗ് ടൈലുകളുടെ വർക്കുകൾ, നിറയെ LED സ്ട്രിപ്പുകളും ലൈറ്റുകളും ഒക്കെ കൊടുത്ത് എലിവേഷൻ ഇതാണ് നമുക്കൊരു 100 മാർക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു വരുന്ന സമയത്ത് പോർച്ചിലേക്കാണ് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുന്നത്. കവേർഡ് ആയിട്ടുള്ള ഒരു പോർച്ച് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ ടൈലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ അവിടെയായിട്ടാണ് കിണർ വരുന്നത്. ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് നമുക്ക് കിണറാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് പെയിന്റിങ്ങിന്റെ കളർ കോമ്പിനേഷൻ ഒക്കെ വരുന്നത്. ഡബിൾ പില്ലർ മോഡലിലാണ് ഇവിടെ ഒരു കാർ പോർച്ചിന്റെ പില്ലർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കാർ പോർച്ചിന്റെ സൈഡിലൂടെ നോക്കുവാണെങ്കിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെ മെറ്റൽ ഷിപ്പാണ് വിരിച്ചിരിക്കുന്നത്. വീടിനകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് നടന്നു നോക്കാം. ഇതേപോലെ തന്നെ ടൈലുകളും ഗ്രാസിന്റെ വർക്കുകളൊക്കെയാണ് ഇവിടെയും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. നമുക്ക് അതിന് സറൗണ്ടിങ് ഏരിയാസ് തന്നെ കാണാം. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ആ ഒരു ലെഫ്റ്റ് സൈഡ് നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെയും സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ഷിപ്പുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡും സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും മെറ്റൽ ഷിപ്പാണ് വിരിച്ചിരിക്കുന്നത്. 4 ചെയറുകളോളം പ്ലേസ് ചെയ്യാവുന്ന നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് തേക്കിലാണ് ഈ ഒരു ഡോർ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള മരങ്ങളൊക്കെ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ്. വെസ്റ്റ് ഫേസിംഗ് ആണ്. പടിഞ്ഞാറോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്താൽ നേരെ വന്ന് നിൽക്കുന്നത് ലിവിംഗ് സ്പേസിലാണ്. 10 അടി നീളവും 9.5 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് TV യൂണിറ്റ് ആണ് കാണാൻ പറ്റുന്നത്. ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പാനലിംഗ് വർക്കുകളും നല്ല ഡിസൈനുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ LED ലൈറ്റുകൾ വരുന്നുണ്ട്. താഴെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് റൂഫിലെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ചുറ്റിനും നിറയെ വിൻഡോസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രേ ആണ്. ചെറിയൊരു ബ്രൗൺ ഡിസൈൻ ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് എൻട്രൻസ് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം CNC കട്ടിംഗ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകൾ ഒരുപാട് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന സ്പേസുകളിലൊക്കെ ചെറിയ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലാണ്. ഫുള്ളി നോക്കുവാണെങ്കിൽ വലിയൊരു ഡൈനിങ് ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്ന ഭാഗങ്ങൾ മാത്രം നോക്കുവാണെങ്കിൽ 11-10 ഫീറ്റ് ആണ് വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെപ്പുകളൊക്കെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ഹാൻഡ് റൈൽസ് ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് നിറയെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇൻവെർട്ടർ വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആയിട്ടാണ് 3 വിൻഡോസ് വരുന്നത്. ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. നല്ല രീതിയിൽ സിമ്പിൾ ആയിട്ട് ചെറിയ LED ലൈറ്റുകളും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ആ വാഷ് ബേസിൻ തന്നെ നല്ല അട്രാക്ഷൻ ആണ്. നമുക്കൊരു ഗോൾഡ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ വുഡൻ ആൻഡ് വൈറ്റ് കളറാണ്. ബാക്കിൽ മിറർ വരുന്നുണ്ട്. 2 സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. താഴെയൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കബോർഡ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്.
കിച്ചൺ ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ്, ഓപ്പൺ കിച്ചൺ ആണ്. എൻട്രൻസിൽ നല്ല ഭംഗിയുള്ള വർക്കുകൾ വരുന്നുണ്ട്. CNC കട്ടിങ്ങും ഓപ്പൺ ഷെൽഫും ഒക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. കിച്ചണകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസിലുള്ള തന്നെ ഫ്ലോർ ടൈലിന് സെയിം മാച്ച് ആണ്. വൈറ്റ് ആൻഡ് ചെറിയ ഡിസൈൻ ഒക്കെ വരുന്ന കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. 3 വിൻഡോസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ആണ് വരുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഡാർക്ക് ഗ്രേ ആൻഡ് വുഡൻ കളർ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാവുന്ന രീതിയിൽ നല്ല രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ഷെൽഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഫ്രിഡ്ജിനുള്ള ഒരു സ്പേസും കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോർഡർ ലൈനുകളിലെ പ്രൊജക്ഷൻ കൊടുത്തിട്ട് LED സ്ട്രിപ്പുകളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ്. ആഞ്ഞിലി മഹാഗണി ഒക്കെയാണ് ഇവിടെ വുഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 13-11 ഫീറ്റിലാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് 3 വിൻഡോസും ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡിലും അതുപോലെ തന്നെ വുഡൻ കോമ്പിനേഷനിലും ഒക്കെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനോട് കൂടി തന്നെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് കൂടി നമുക്കൊരു വിൻഡോ വരുന്നുണ്ട്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിൽ ഡിസൈൻ വരുന്ന ടൈലുകൾ തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിറിയിലും സോണറ്റിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. കടന്നു വന്ന വഴികളിലൊക്കെ ഫുഡ് ലാമ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഇതുപോലെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. നല്ല രീതിയിൽ സൺലൈറ്റ് ഒക്കെ അകത്തേക്ക് കടക്കുന്നുണ്ട്. നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പാസേജ് ആണ് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചില ഡിസൈനുകൾ ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാർട്ടീഷൻ കാണാം. പാർട്ടീഷന്റെ അപ്പുറത്തെ സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഏരിയ തന്നെ പരിചയപ്പെടാം. ഞാൻ നിൽക്കുന്ന ഈ ഒരു പാസേജിന്റെ ഇവിടെയായിട്ടാണ് നമുക്ക് മുകളിലത്തെ നിലയിലുള്ള ബെഡ്റൂം വരുന്നത്. ടോട്ടലി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. 13-11 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ആ വോളിൽ 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ താഴെ കണ്ട അതേ കളർ കോമ്പിനേഷനിൽ തന്നെ നല്ലൊരു വാർഡ്രോബ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. വൈറ്റ് കളർ ടൈലില് ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ഭംഗിയുള്ള ഒരു ടൈലാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെ സൗകര്യത്തിലാണ് ഇതും ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡോർ തുറന്ന് നമ്മൾ നേരെ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങുന്നത്. നല്ല ഭംഗിയായിട്ട് ക്യൂട്ട് ആയ ഒരു ബാൽക്കണിയാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇരിക്കാനായിട്ടാണ് ഇവിടെ ടൈലുകളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പുറകിലുള്ള ഭാഗം നോക്കുവാണെങ്കിൽ ചെടിച്ചട്ടികളൊക്കെ വെക്കാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് കിട്ടുന്നുണ്ട്. റൂഫില് ഭംഗിയുള്ള പെയിന്റും LED സ്ട്രിപ്പും ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വീട്ടിലെ തേർഡ് ബെഡ്റൂം ആണ് നമുക്ക് കാണാനുള്ളത്. മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് സ്റ്റെപ്പ് കയറി വരുന്നതിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 11-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ 2 വിൻഡോസും ഈ ഒരു വോളിൽ ബാക്കിയുള്ള 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നേരത്തെ നമ്മൾ കണ്ട അതേ കളർ കോമ്പിനേഷനിൽ ഈ ഒരു ഭാഗത്തിൽ ഒതുങ്ങിയ സൈഡിലായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ടൈലുകളെല്ലാം തന്നെ സെയിം കളർ കോമ്പിനേഷനിലാണ്. മൂന്നാമത്തെ ബാത്റൂമും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. നമ്മൾ സ്റ്റെപ്പ് കയറി ഇവിടെ നിന്നാണ് വന്നത്. ഈ ഒരു ഭാഗത്ത് നല്ലൊരു പാർട്ടീഷൻ കാണാം. എൻട്രൻസ് ആണ്, അത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കുള്ള എൻട്രൻസ് ആണ്. അത് നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. മുകളിൽ CNC കട്ടിങ് വരുന്നുണ്ട്. ഇവിടെ എല്ലാം നിറയെ ഓപ്പൺ ഷെൽഫുകളും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി നല്ലൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ അപ്പർ ലിവിംഗ് സ്പേസിൽ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് TV വെക്കാനുള്ള വോളിൽ അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തിരിക്കുന്നത്. താഴെ ക്ലോസ്ഡ് കബോർഡുകൾ വരുന്നുണ്ട്. ആ ഭാഗത്ത് 2 വിൻഡോസ് ഉണ്ട്. TV വെച്ചിരിക്കുന്ന ഈ ഒരു വോളിൽ നോക്കുവാണെങ്കിൽ നല്ല ഡിസൈനോട് കൂടിയ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണെങ്കിൽ നല്ല വർക്കുകൾ വരുന്നുണ്ട്. ചെറുതും വലുതുമായിട്ട് LED ബൾബുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 2 വിൻഡോസും കിട്ടുന്നുണ്ട്. ഫൈനലി നമുക്ക് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ ആണ് കാണേണ്ടത്. ഫ്ലോർ ടൈലുകളൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് ടെറസിലേക്ക് പോകാനുള്ളതാണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഭംഗിയായിട്ടും ക്യൂട്ടായിട്ടും ചെറിയ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയത്. എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി എല്ലാവർക്കും അറിയുന്നതാണ്. പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 1.9 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, ചുറ്റിനും ആളുകൾ താമസമുള്ളതാണ്. ഈ ബഡ്ജറ്റിലെ വീടുകൾ കുറവാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ എല്ലാം ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. 3 സെന്റ് ആണ് ലാൻഡ് വരുന്നത്. 1600 സ്ക്വയർ ഫീറ്റ്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. 3 സെന്റ് ഓഫ് ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ വീട്ടിൽ ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും 2 വീലേഴ്സ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വേറെയും കിട്ടുന്നുണ്ട്. കിണറ് വെള്ളം നമുക്ക് അവൈലബിൾ ആണ്. വളരെ ഭംഗിയായിട്ടാണ് ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വീടിന്റെ പ്രൈസ് നിങ്ങൾക്ക് ആദ്യമേ തന്നെ അറിഞ്ഞതാണ്. 59 ലക്ഷം രൂപയാണ്. 59 lakhs എന്നുള്ളതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. മാർബിൾ ഹോംസുകൾ വരുമ്പോൾ ഞങ്ങളുടെ മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ചു തരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീട് ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിലും ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം, വീടുകളെല്ലാം തന്നെ പെട്ടെന്ന് പണിത് തീർന്ന ഉടനെ തന്നെ സെയിലായി പോകുന്ന കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും ഡിലേ വെക്കരുത്. നമ്പറുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.